പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഇച്ചാൻ എന്നോട് മിണ്ടണ്ട. ഇച്ചാൻ എന്നോട് ഒരു സ്നേഹമല്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് വേറെ ജീവിതം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചത്. കുറച്ചു നേരെങ്കിലും ഇച്ചാനെ ഇഷ്ടമാണെന്നെങ്കിൽ സന്തോഷം ഞാനൊരു മണ്ടിയ. മിത്രദേശത്തിലാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനമായപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ശബ്ദമിടറി തുടങ്ങിയിരുന്നു. അത് കണ്ടതും ഡേവിഡിന്റെ നെഞ്ചിൽ നോവ് തോന്നി. എന്നതാ ദേവ നീ പറയുന്നേ? ഡേവിഡ് മിത്രയെ വലിച്ച് തന്നെ നെഞ്ചിലേക്കിട്ട് അവളെ പൊതിഞ്ഞു പിടിച്ച് വിഷമത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞ സത്യല്ലേ? ഇച്ചാനെ ഇഷ്ടമല്ല. മിത്ര ഡേവിഡിന്റെ നെഞ്ചിൽ കൈകൾ കുത്തിക്കിടന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇങ്ങനെയൊന്നും പറയില്ല ദേവ. ഞാൻ നിന്നെ ഇഷ്ടമല്ലാതുകൊണ്ടൊന്നല്ല പറഞ്ഞത്. നിനക്കൊരു ജീവിതം കിട്ടി. ആ ഡേവിഡ് ബാക്കി പറയുന്നതിന് മുമ്പായി മിത്ര ഡേവിഡിന്റെ ഷോൾഡറിൽ മുറുകെ പിടിച്ചൊന്ന് ഉയർന്നു പൊങ്ങി ഡേവിഡിന്റെ കീച്ചുണ്ട് കടിച്ചെടുത്ത് അവിടെ പല്ലുകളാറ്റിയതും വേദന സഹിക്കവയ്യാതെ ഡേവിഡ് മിത്രയെ മുറുകെ പിടിച്ച് ഒച്ച വെച്ച് പോയി. മിത്ര പതിയെ ഡേവിഡിന്റെ കീച്ചുണ്ടിൽ നിന്നും പല്ലുകൾ അർത്തി കടിച്ചെടുത്ത് നാവ് കൊണ്ട് തലോടി പതിയെ അവന്റെ കീച്ചുണ്ട് വായിലാക്കി നുണയാൻ തുടങ്ങിയതും മിത്രയുടെ നീക്കത്തിൽ പകച്ചുപോയി ഡേവിഡ് മിത്രയെ വിളിച്ചു നോക്കിയതും മിത്ര ഡേവിഡിന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവന്റെ അതരങ്ങളെ ചുംബിക്കാൻ തുടങ്ങി. ഏതോ ലോകത്തെന്ന പോലെ ഡേവിഡ് മിത്രയ്ക്ക് വിധേയപ്പെടുന്നു. ശ്വാസം വിലങ്ങുതടിയായതും മിത്ര ഡേവിഡിന്റെ അതരങ്ങളെ മോചിപ്പിച്ച് കിതച്ചുകൊണ്ട് ഡേവിഡിന്റെ നെറ്റിയിൽ നെറ്റിമുടിച്ച് കിടന്നു. ഇനി ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ കൊല്ലും ഞാൻ. എനിക്ക് നല്ല ജീവിതം തന്നെ കിട്ടിയത്. ഈ ജീവിതത്തിൽ എനിക്ക് ഒരു കുറവുമില്ല ചായ. ഞാൻ ശരിക്കും സന്തോഷവതി തന്നെയാ. ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചോളാം ചായ. എന്നെ കൈവിടല്ലേ. എനിക്ക് നിങ്ങളിലത് പറ്റില്ല. ഡേവിഡിനെ ഇറുകെ പിടിച്ച് കണ്ണിനോട് മിത്ര പറഞ്ഞു. ഇല്ല ദേവ, ഇനി നീ അതോർത്ത് സങ്കടപ്പെടണ്ട. നിന്നെനിക്ക് വേണം പെണ്ണേ. ഈ ജന്മം മാത്രമല്ല, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് നീ മതി. ഐ ലവ് യു ദേവ. ഡേവിഡ് അവളെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. കണ്ണുനീരിന്റെ നനവുള്ള അവളുടെ കണ്ണുകളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും മിത്രയുടെ മനവും നിറഞ്ഞു പോയിരുന്നു. മിത്രയുടെ കൺപീലിയും കവളും എല്ലാം തങ്ങി നിൽക്കുന്ന കണ്ണുനീരിനെ ഡേവിഡ് തന്റെ അതരങ്ങളാൽ ഒപ്പിയെടുത്തതും മിത്രയൊന്ന് കുറുകിക്കൊണ്ട് ഡേവിഡിന്റെ ബനിയനിൽ മുറുകെ പിടിച്ച് അവനോട് ചേർന്ന് കിടന്നു. കണ്ണിലും കവളിലും നെറ്റിയിലും മൂക്കിൻ തുമ്പിലുമൊക്കെ അനുസരണക്കേട് കാണിച്ച് ഒഴുകി നടന്ന ഡേവിഡിന്റെ അതരങ്ങൾ തേടിയതെന്തോ കിട്ടിയതുപോലെ മിത്രയുടെ ചെഞ്ചുണ്ടുകളിൽ വിശ്രമം കൊണ്ടതും നിർവൃതിയിൽ എന്ന പോലെ ഇരുവരുടെയും കണ്ണുകൾ ചുംബനാലാസത്തിൽ കൂമ്പിയടഞ്ഞു. ഇരുവരും ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ച് പരസ്പരം മത്സരിച്ച് ചുംബിച്ച് ആദരങ്ങളിലും അത് പകർന്നു. മിത്രയുടെ കൈകൾ ഡേവിഡിന്റെ പുറത്തും തലയുടിയിലും മുറുകിയപ്പോൾ ഡേവിഡിന്റെ കൈകൾ അവളിൽ കുസൃതി കാണിച്ച് ഓടി നടന്നു. വായിൽ രക്തച്ചു പറഞ്ഞിട്ടും വിട്ടുമാറാതെയുള്ള ചുംബനം. ഇടയ്ക്ക് നാവുകൾ തമ്മിൽ പരസ്പരം കെട്ടിപ്പിണഞ്ഞതും മിത്ര നീങ്ങി ഡേവിഡിന് തന്നിലേക്ക് അണച്ചു പിടിച്ചു. മിനിറ്റുകൾ കടന്നു പോകുന്തോറും ഇരുവരും തളരാൻ തുടങ്ങിയതും ഡേവിഡ് മിത്രയുടെ അതരങ്ങളെ സ്വതന്ത്രമാക്കി അവളുടെ താടിത്തുമ്പിൽ ചുംബിച്ച് ഡേവിഡ് മിത്രയുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിയതും മിത്ര ഒരു ആർത്തനാദത്തോടെ ബെഡിൽ പെരുവിരൽ കുത്തി ഉയർന്നു പൊങ്ങി ഡേവിഡിനെ അള്ളിപ്പിടിച്ചു. ആ ഇച്ചായ. മിത്രയുടെ കഴുത്തിലായുള്ള കുഞ്ഞു കാക്കപ്പുള്ളിയിൽ ഡേവിഡ് പല്ലുകളായെത്തി അവളെ നാവുകൊണ്ട് തലോടി ചുംബിച്ചതും മിത്ര വിവശിയോടെ വിളിച്ചു. ഡേവിഡിന്റെ പല്ലും മദനങ്ങളും മിത്രയുടെ കഴുത്തിലും തൊണ്ടക്കുഴിയിലും ചെവിത്തുമ്പിലുമെല്ലാം കുസൃതി കാണിച്ച് ഒഴുകി നടക്കാൻ തുടങ്ങിയതും ആ 4 ചുവരുകൾക്കുള്ളിൽ മിത്രയുടെ നിശ്വാസം തിങ്ങി നിറഞ്ഞു. മിത്രയുടെ കഴുത്തിൽ നിന്നും ദേവിയുടെ ചുണ്ടുകൾ നേരെ നെഞ്ചിലേക്കായി അരിച്ചിറങ്ങാൻ തുടങ്ങിയതും പെട്ടെന്ന് ബോധം വന്നതുപോലെ ഞെട്ടലോടെ ദേവിയുടെ മുഖമുയർത്തി മിത്രയെ നോക്കി. തന്റെ ചുംബനത്തിൽ വിയർത്തി വിവശയായി കിടക്കുന്നവളെ ഡേവിഡ് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പ്രണയത്തോടെ അവളെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തതും തളർച്ചയോടെ മിത്ര ഡേവിഡിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് ആത്മതൃപ്തിയോടെ കണ്ണുകളടച്ചു. പിറ്റേന്ന് കോളേജിൽ വന്നതും മിത്ര എത്തിയിട്ടില്ലെന്ന് കണ്ടതും കോളേജിന്റെ വരാന്തയിൽ കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരെ വായി നോക്കുകയായിരുന്നു രാധു. പെട്ടെന്നാണ് മിത്ര ഓടി വന്ന് രാധുവിനെ അടവെള്ളം കെട്ടിപ്പിടിച്ച് രാധുവിന്റെ ഇരു കവളിലും മാറി മാറി സന്തോഷത്തോടെ അമർത്തി ചുംബിച്ചത്. എടി മിത്രേ, വിടടി, നീ എന്തീ കാണിക്കുന്നത്? അയ്യേ, ഞാൻ അത്രക്കാരി അല്ലടി. രാധു പെട്ടെന്നുള്ള മിത്രയുടെ പ്രവൃത്തിയിൽ അമ്പരന്ന് തന്നെ ഉടുമ്പ് പിടിച്ചതുപോലെ പറ്റിപ്പിടിച്ച മിത്രയെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എടി മതിയടി, എല്ലാരും ശ്രദ്ധിക്കുന്നു. മിത്ര വീണ്ടും അവളുടെ കവളിൽ ചുണ്ടു ചേർക്കാൻ ചെന്നതും രാധു മുഖം പിന്നിലേക്കാക്കി മിത്രയോട് പറഞ്ഞതും മിത്ര ഒരു വളിച്ച ചിരിയോടെ രാധുവിൽ നിന്നും വിട്ടുമാറി. നിനക്കെന്താണ് പെണ്ണെ, ഭ്രാന്തായോ? എന്റെ കവള് പറഞ്ഞു പോയത് ഭാഗ്യം. രാധു മിത്രയെ കൂർപ്പിച്ച് നോക്കി കവള് തുറച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് രാധുസേ, നിന്റെ പ്ലാൻ ഏറ്റടി മുത്തേ. രാധുവിനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ പറഞ്ഞു. എന്താ നീ പറഞ്ഞത്? രാധു വിശ്വാസം വരാതെ മിത്രയെ വിളിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. എടി പൊട്ടി, നീ പറഞ്ഞെന്ന പ്ലാൻ സക്സസ് ആയിന്ന്. ഈ ചായ മനസ്സ് തുറന്നതിന് ഇഷ്ടമാണെന്ന് സമ്മതിച്ചടി. മിത്രത്തെ എല്ലാവരും നാണത്തോടെ പറഞ്ഞതും രാധുവിന്റെ കിളികൾ കൂടും കുടുക്കെടുത്ത് പറന്നുപോയി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ.
രാധു ഏതോ ലോകത്തുന്ന പോലെ ആലോചിച്ചു കൊണ്ട് പറഞ്ഞു. ഡി രാധുവിന്റെ ഏതോ ലോകത്തുന്ന പോലെയുള്ള നിൽപ്പ് കണ്ട് മിത്ര അവളുടെ തലയിൽ ഒരു കൊട്ടു വെച്ച് കൊണ്ടുകൊണ്ട് വിളിച്ചു. ആഹാ എന്താ? രാധു താലൊഴിഞ്ഞ് മിത്രയെ മേടിച്ചു നോക്കി. നീ ഇത് ഏത് ലോകത്താ? അത് പിന്നെ ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു. കൊച്ചു കള്ളി, ഏതായാലും നിനക്ക് സന്തോഷമായില്ലേ? കവളൊക്കെ ചുവന്ന് തൊടുത്തല്ലോ. അയ്യോ നിനക്ക് നാണമോ? നോക്കട്ടെ. രാധ ചിരിയോടെ മിത്രയുടെ മുഖം താടിത്തുമ്പിൽ പിടിച്ച് പൊന്നിച്ച് കളിയോടെ പറഞ്ഞതും മിത്ര അവളെ ചുണ്ടു കൂർപ്പിച്ച് നോക്കി. നീ നോക്കണ്ട, എല്ലാം വിശദമായി പറഞ്ഞു തരണം. അതിനു മുമ്പ് ആദ്യം എനിക്ക് ചെലവ് വേണം. വാ. മിത്ര രാധുവിന്റെ കൈയും പിടിച്ച് ക്യാനിലേക്ക് നടക്കുന്നതിൽ പറഞ്ഞു. അയ്യോ ഇപ്പോഴോ? 5 മിനിറ്റ് കഴിഞ്ഞ ക്ലാസ് തുടങ്ങും. മിത്ര രാധുവിനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അടുത്ത ക്ലാസ്സിന് കയറാം. നീങ്ങ് ബാ, ചേച്ചി ചോദിക്കട്ടെ. രാധു മിത്രയെ വിടാതെ പിടിച്ചു വലിച്ച് ക്യാൻറ്റീനിൽ കൊണ്ടുപോയി. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ. എന്നാലും നിന്റെ ഇച്ഛാരം നമ്മൾ തെറ്റിദ്ധരിച്ചല്ലോ. പാവം. എന്നാലും അങ്ങനെ എങ്ങനെ പിടിച്ചു നിന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുന്നതിനിടയിൽ രാധു മിത്ര പറഞ്ഞതൊക്കെ കേട്ട് താടിക്ക് കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു. അല്ല, നീ നിലപ്പോഴെത്തിയത്? ഞാൻ നിന്നെ കുറെ പിടിച്ച് കിട്ടിയില്ല. മിത്ര ചായ ഗ്ലാസ് എടുത്ത് ചുണ്ടോട് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഓ അതൊന്നും പറയണ്ടടി, ഇന്നലെ ആകെ കുരിശായിരുന്നു. എന്തു പറ്റിയടി? മിത്ര സംശയത്തിൽ ചോദിച്ചതും രാധവളെ നോക്കി സംഭവിച്ചതും മുഴുവൻ പറഞ്ഞു. എന്റെ രാധു, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ടെന്ന്. അവരുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. ധ്യാൻ സാർ വന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഓർക്കാൻ കൂടി വയ്യ. അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. അല്ലെങ്കിൽ ഈ രാധുവിന് ആർക്കും തൊടാൻ കഴിയില്ല. ഈ രാധുവിനെ സുമ്മാ വാ. രാധു റസിന്റെ കോളിൽ പൊക്കി സ്വയം പൊങ്ങിക്കൊണ്ട് പറഞ്ഞു. മതി സ്വയം പൊക്കിയത്, എനിക്കെല്ലാം മനസ്സിലായി. ആരെ കഴിവ് കൊണ്ടാ നീ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതെന്ന്. മിത്ര പറഞ്ഞ രാധവളെ നോക്കി പല്ലടിച്ച് കാണിച്ച് വേഗം മുന്നിൽ കൊണ്ടുവച്ച ഭക്ഷണം കഴിക്കുന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അന്ന് ഡേവിഡ് ക്ലാസ് എടുക്കാൻ വന്നെങ്കിലും മനഃപൂർവ്വം മിത്രയുടെ അടുത്തേക്ക് നോക്കിയെങ്കിലും അവളുടെ കണ്ണുകൾ ഡേവിഡ് തന്നെയായിരുന്നു. ഇത് കണ്ട് രാധവളെ കുറെ കളിയാക്കിയെങ്കിലും അതൊന്നും ഇത്തിരി പോലും മിത്രയിൽ ഏശിയിരുന്നില്ല. പതിവ് പോലെ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് മിത്ര ഡേവിഡിന്റെ കൂടെ തന്നെയായിരുന്നു പോയത്. ഡാനിക്ക് ഫുട്ബോൾ പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് ഡാനി ഇല്ലായിരുന്നു. ഹൈസ്കൂളിന് മുന്നിൽ നിന്നും കുഞ്ഞൂട്ടനും കൂട്ടി കുരിശുമുറ്റത്ത് എത്തുമ്പോൾ അവർ കാണുന്നത് വീടിന്റെ മുറ്റത്തായി നിർത്തിയിട്ടിരിക്കുന്ന വില കൂടിയ ആഡംബര കാറാണ്. ഇതാരുടെ കാറാ ചേട്ടായി? കാറിൽ നിന്നും ഇറങ്ങിയ കുഞ്ഞൂട്ടൻ്റെ ആ വില കൂടിയ കാറ് കണ്ട് ഡേവിഡിനോട് ചോദിച്ചു. ആ അറിയില്ലടാ. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞ് മുന്നോട്ട് നടന്നു. എന്നാൽ ഇതേ സമയം ആ കാറ് കണ്ടതും മിത്രയിൽ ഒരു ഞെട്ടലുണ്ടായി. കൂടെ സീറ്റോട്ടിൽ തങ്ങളെ കാത്തിരിക്കുന്നവരെ കൊണ്ട് കണ്ടതും മിത്ര വിറയിലൂടെ ഡേവിഡിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. പാട്ടി. മിത്ര വീടിന്റെ കോലാലിരിക്കുന്നവരെ കണ്ട് ഡേവിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു പറഞ്ഞു. മിത്രയുടെ അമ്മയുടെ കൂടെ ഇരിക്കുന്ന പ്രായമായ സ്ത്രീയെ കണ്ട് ഡേവിഡിന്റെയും കുഞ്ഞൂട്ടിന്റെയും മുഖത്ത് സംശയം നിറഞ്ഞു. പട്ടിയോ? മിത്ര പറഞ്ഞത് കേട്ട് കുഞ്ഞൂട്ടൻ സംശയത്തോടെ ചോദിച്ചു. പട്ടിയല്ലടാ, പാട്ടി. മിത്ര കുഞ്ഞൂട്ടൻ പറഞ്ഞത് കേട്ട് തിരുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പട്ടിയെന്നാ കേട്ടത്. കുഞ്ഞൂട്ടൻ മിത്ര പറഞ്ഞത് കേട്ട് പറഞ്ഞു. മെല്ലെ പറയടാ, പാട്ടിക്ക് നന്നായി ചെവി കേൾക്കും. പിന്നെ മലയാളം അറിയാം. ആണോ? ചേട്ടത്തിന്റെ അമ്മയെ പോലെ പാവാണോ? കുഞ്ഞൂട്ടൻ പതിയെ ചോദിച്ചതും മിത്ര അല്ലെന്ന രീതിയിൽ തലയാട്ടി. അപ്പൊ ഒരു കുരിശ് തന്നെയാണല്ലേ? കുഞ്ഞൂട്ടൻ ചോദിച്ചതിന് മിത്ര അതേ രീതിയിൽ തലയാട്ടി. ശരിക്കത് നിന്റെ ആരാധേവ? പാട്ടി, അമ്മയുടെ അമ്മ. മിത്ര ഡേവിയുടെ കൈ പിടിച്ച് ഉള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ പറഞ്ഞു. കണ്ണേ ഏ റാസാത്തി. മിത്രയെ കടന്ന് കോലായിലുള്ള ചാരുകരസയിലെ ബ്രാഹ്മൺസിനെ പോലെ സാരിയും മുടുത്ത് മുറുക്കാനും ചോദിച്ചിരിക്കുന്ന രാധാദേവി ഓടി വന്ന് മിത്രയെ കെട്ടിപ്പിടിച്ച് മുഖത്ത് ചുംബിച്ച് വിളിച്ചു. സൗഖ്യമാ കണ്ണേ ഉനക്ക്? മിത്രയുടെ കവിളിലും കഴുത്തിലും മുഖത്തും തലോടി രാമദേവി ചോദിച്ചു. സുഖം. പാട്ടിക്കോ? കുംഭകോണത്തിന് ഇവിടെ എപ്പോ എത്തി? നാ സുഖമായിരിക്കുന്നു. ഉച്ചക്ക് മുന്നും ചിറ്റപ്പ കൂടെ നാം വന്നത്. എന്നിട്ട് ചിറ്റപ്പ എവിടെ? മിത്ര ചുറ്റും നോക്കിക്കൊണ്ട് പാട്ടിയോട് ചോദിച്ചു. അവൻ തിരുമ്പി പോയാച്ച്. ഏൻ പെണ്ണ് അപ്പോൾ പാടി പോയിടിച്ച്. ഇതെന്നാച്ച് കോലം? ക്ഷീണിച്ച് കിളിഞ്ചിൽ പോയതല്ലേ? അവരും മിത്രയെ തൊട്ടൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൾ ദയനീയ ഭാവത്തിൽ തൻ്റെ അമ്മയെയും രവിയെയും മാറി മാറി നോക്കിയതും അവൻ അവളെ നോക്കി കണ്ണു ചിമ്പി കാണിച്ചു. അപ്പടി ഒന്നുമില്ല പാട്ടി. പാട്ടിക്ക് എന്നെ ഇത്രയും ദിവസം കഴിഞ്ഞ് കാണുമെന്ന് തോന്നുന്നതാ. മിത്ര പതിയെ പാട്ടിയുടെ കൈകളെടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഇതാണോ ഓ പുരുഷൻ?
വായിലുള്ള മുറുക്കാൻ നീട്ടി തുപ്പിക്കൊണ്ട് ഡെവിയെ അടിപൊളി നോക്കിക്കൊണ്ട് ചോദിച്ചതും അവളുടെ പ്രവൃത്തി കണ്ട് കുഞ്ഞുട്ടൻ മുഖം ചുടിച്ചു നിന്നു. ആ അതെ, ഇതാണ് ഇച്ചാലി ഇളയനിയൻ ഡെവിനെന്ന കുഞ്ഞുട്ടൻ. ഒരാൾ കൂടെ ഉണ്ട്. അവൻ ഫുട്ബോൾ പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് ഇവിടെ എത്താൻ വൈകും. പിന്നെ അപ്പച്ചൻ സൂപ്പർ മാർക്കറ്റ് പോയിരിക്കുക. മിത്ര ഉത്സാഹത്തോടെ എല്ലാവരെയും അവർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ഡേവിഡ് പോയി കീ എടുത്ത് വാതിൽ തുറന്ന് അവർ ഉള്ളിലേക്ക് ക്ഷണിച്ചു. വാ പാട്ടി, അകത്തിരിക്കാം. അമ്മ എന്തൊന്നും മിണ്ടാതിരിക്കുന്നത്? മിത്ര അവരെയും കൊണ്ട് ഉള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ മോഹിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ല. മിത്രയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞ് അവരുടെ കയ്യും പിടിച്ച് ഉള്ളിലേക്ക് നടന്നു. ഉള്ളിലേക്ക് നടന്നതും രമാദേവിയുടെ മുഖത്ത് ഇഷ്ടക്കേട് നിറഞ്ഞ് ചുറ്റും നോക്കി അവർ സെറ്റിയിലേക്ക് അമർന്നിരുന്നു. നിങ്ങളിത് സംസാരിക്കും, അപ്പോഴേക്ക് ഞാൻ കുടിക്കാനെടുക്കാം. ഡേവിഡ് അവരെ നോക്കി അതും പറഞ്ഞ് കിച്ചണിലേക്ക് നടക്കാനെന്നും രമാദേവി അവരെ തടഞ്ഞു. ഞങ്ങൾക്കൊന്നും കുടിക്കാൻ വേണ്ട. ഞങ്ങൾ ബ്രാഹ്മൺസ് അന്നജാതിയിൽ ഉള്ളിടത്ത് പോയി കഴിക്കാറില്ല. പോരാതിന് നോൺ വെജ് ഉണ്ടാക്കുന്നത് കൂടിയല്ലേ ഇവിടെ. നോൺ വെജ് ഞങ്ങൾക്ക് അയിത്താ. രാമദേവി ദേവിയെ നോക്കി എടുത്തടിച്ചതുപോലെ പറഞ്ഞതും മിത്രക്ക് അത് കേട്ട് വല്ലാത്ത സങ്കടവും പാട്ടിയോട് ദേഷ്യവും തോന്നി. മോളെ, എനിക്കൊരു ഗ്ലാസ് വെള്ളമെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു. പാട്ടി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മോഹിനി മിത്രയോട് പറഞ്ഞതും രാമദേവി മോഹിനിയെ തുറച്ചു നോക്കിയതും അവരത് ശ്രദ്ധിക്കാത്ത രീതിയിലിരുന്നു. ഇപ്പൊ കൊണ്ടുവരാമേ. മോഹിനി പറഞ്ഞത് കേട്ട് മിത്ര അതും പറഞ്ഞ് വേഗം കിച്ചണിലേക്ക് ഓടി. കുറച്ചു നേരം അവരുടെ കൂടെ അവിടെ ഇരുന്നപ്പോൾ തന്നെ പാട്ടിയുടെ പൊങ്ങച്ചവും തങ്ങളെ താഴ്ത്തി കെട്ടിയുള്ള വർത്താനം കേട്ട് ഡേവിഡിനും കുഞ്ഞുട്ടിനും വല്ലാത്ത വീർമുട്ടിൽ തോന്നി. നിങ്ങളിരിക്കെ, ഞാൻ കിച്ചണിൽ പോയി നോക്കിയിട്ട് വരാം. പാട്ടിയുടെ സംസാരം വല്ലാതെ വീർമുട്ടിക്കാൻ തുടങ്ങിയതും ഡേവിഡ് കുഞ്ഞുട്ടിനെ അവിടെ ഇരുത്തി വേഗം കിച്ചണിലേക്ക് പോയതും കുഞ്ഞുട്ടൻ ഡേവി പോയ വഴിയെ നോക്കി പല്ലി കടിച്ചു. മോൻ എത്രയിലാണ് പഠിക്കുന്നത്? മിത്രയുടെ അമ്മ കുഞ്ഞുട്ടിനെ നോക്കി പുഞ്ചിരിയോടെ ചോദിച്ചു. ഞാൻ +1. കുഞ്ഞുട്ടൻ അവർക്കായി തിരിച്ചൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു. കിച്ചണിലെത്തിയ ഡേവിഡ് കാണുന്നത് ചായ ഉണ്ടാക്കി ക്ലാസ്സിലേക്ക് പകരുന്ന മിത്രയാണ്. ദേവ, നിന്റെ പാട്ടിക്ക് ഞങ്ങളൊന്നും പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഡേവിഡ് മിത്രയുടെ അടുത്തായി വന്നുകൊണ്ട് പറഞ്ഞത് കേട്ട് മിത്ര തലചേച്ച്